തലസ്ഥാനത്തും CPM-ൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്. വഞ്ചിയൂരിലെ രക്തസാക്ഷി വിഷ്ണുവിന്റെ പേരിലുള്ള ഫണ്ടിലാണ് തട്ടിപ്പ്. പിരിച്ചെടുത്ത 10 ലക്ഷത്തിൽ 5 ലക്ഷം രൂപ വകമാറ്റിയ നേതാവിന് വീണ്ടും പാർട്ടി പദവി നൽകിയതോടെയാണ് ഫണ്ട് തട്ടിപ്പ് വീണ്ടും വിവാദമാകുന്നത്. ഫണ്ട് വെട്ടിച്ചതിന് നടപടി നേരിട്ട മുൻ ലോക്കൽ സെക്രട്ടറി, CITU ജില്ലാ സെക്രട്ടറി ലോക്കൽ സെക്രട്ടറിക്കാണ് CITU ജില്ലാ സെക്രട്ടറി പദവി നൽകിയത്. തിരിച്ചെടുക്കാൻ ഇടപെട്ടത് മന്ത്രി ശിവൻകുട്ടി എന്നാണ് ആരോപണം. രക്തസാക്ഷിയോടുള്ള അനീതിയെന്ന് വിഷ്ണുവിന്റെ സഹോദരൻ ജനം TVയോട് പറഞ്ഞു. പ്രതിഷേധിച്ച് പാർട്ടി വിടാനൊരുങ്ങുകയാണ് വിനോദ്. ജനം എക്സ്ക്ലൂസീവ്. ആദ്യം പ്രതികരണം കേൾക്കാം. അനിയൻ്റെ മരണത്തിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും, ഒരു വർഷമായില്ല, അതിനു മുമ്പ് തന്നെ പാർട്ടി ഇടപെട്ടുകൊണ്ട് ഒരു ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു. പക്ഷെ അത് ഞങ്ങൾക്കാർക്കും താല്പര്യമില്ലായിരുന്നു, വീട്ടുകാർക്കാർക്കും താല്പര്യമില്ലായിരുന്നു. പക്ഷേ അത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെ ആക്കണം എന്നുള്ള ഇത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങളത് സമ്മതിച്ചത്. അതിനുശേഷം ഫണ്ട് സമാഹരിച്ചു. ഒരു 10 ലക്ഷം രൂപ കളക്ട് ചെയ്തു. 5 ലക്ഷം രൂപ അമ്മയുടെ അക്കൗണ്ടിലോട്ട് പോവുകയും 5 രൂപ പാർട്ടി ഹോൾഡ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത്. 10-15 വർഷമായി. കഴിഞ്ഞൊരു 1-2 വർഷത്തിന് മുമ്പാണ് ആ പൈസ അവിടെ ഇല്ല എന്ന് അവിടുത്തെ ബാങ്കിൻ്റെ ജീവനക്കാർ പറഞ്ഞത് അറിയണത്. അങ്ങനെ ഞങ്ങൾ പരാതി കൊടുത്തു. ആ പരാതി അത് അന്വേഷിച്ചപ്പോഴത്തേക്കും പാർട്ടി നേതൃത്വത്തിന് അത് ബോധ്യപ്പെടുകയും അയാൾ, ഈ T. രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ, അത് അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അയാൾ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തി പാർട്ടി മെമ്പറാക്കി മാറ്റി. സാധാരണഗതിയിൽ അങ്ങനെ ഒരു രക്തസാക്ഷി ഫണ്ടിലൊക്കെ തൊടുകയാണെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് അവർ അതിൻ്റെ നേതൃത്വം ഇടപെട്ട് പൂർണ്ണമായിട്ടും പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ആ പരാതിയൊക്കെ നിലനിൽക്കെ തന്നെ ഈ കഴിഞ്ഞ CITUവിൻ്റെ സമ്മേളനത്തിന് ഹെഡ്ലോഡ് വിഭാഗത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാക്കി അദ്ദേഹത്തെ ഒരു ഉന്നത പദവിയിലേക്ക് എത്തിച്ചു. അത് തിരുവനന്തപുരത്തിൻ്റെ മന്ത്രിയാണ് അത് ഇടപെട്ട് ചെയ്തിട്ടുള്ളത്. അത് നേരത്തെ തിരിച്ച് ലോക്കൽ കമ്മിറ്റിയിൽ എടുക്കാനും ഏരിയ കമ്മിറ്റിയിൽ എടുക്കാനും ഒക്കെ അവർ ശ്രമിച്ചപ്പോഴത്തേക്കും അവിടുത്തെ പ്രാദേശികമായിട്ട് നിൽക്കുന്ന എല്ലാം സഹിച്ച് തേച്ച് നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരുണ്ട്. അപ്പോൾ അവരത് അനുവദിച്ചു കൊടുത്തില്ല. ഭൂരിപക്ഷം അതിനെതിരായതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അത് അനുവദിക്കാത്തത്. വിവരങ്ങൾ നൽകാൻ ദിസ്ന ചേരുന്നുണ്ട്. ദിസ്ന, ഇപ്പോൾ തലസ്ഥാനത്തും CPM-ൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് എന്ന വാർത്ത പുറത്തു വരുന്നു. വഞ്ചിയൂരിലെ രക്തസാക്ഷി വിഷ്ണുവിന്റെ പേരിലുള്ള ഫണ്ടിലാണ് തട്ടിപ്പ്. പിരിച്ചെടുത്ത 10 ലക്ഷത്തിൽ 5 ലക്ഷം രൂപ വകമാറ്റിയ നേതാവിന് വീണ്ടും പാർട്ടി പദവി നൽകിയതോടെയാണ് ഈ ഫണ്ട് തട്ടിപ്പ് വീണ്ടും വിവാദമാകുന്നത്. ഫണ്ട് തട്ടിപ്പ് നടപടി നേരിട്ട മുൻ ലോക്കൽ സെക്രട്ടറിക്കാണ് CITUവിന്റെ ജില്ലാ സെക്രട്ടറി പദവി നൽകിയത്. അതിലേറ്റവും പ്രധാനം, ഈ തിരിച്ചെടുക്കാൻ ഇടപെട്ടത് മന്ത്രി ശിവൻകുട്ടി എന്നൊരു ആരോപണം ഉയരുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരിലെ പാർട്ടി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട അത് കെട്ടഴിക്കുമ്പോഴാണ് ഇത്തരത്തിൽ തലസ്ഥാന നഗരിയിലും ഒരു ഫണ്ട് വിവാദം ഉയർന്നു വരുന്നത്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത്, വർഷങ്ങളായി CPM കുടുംബത്തിലുള്ള മരിച്ച കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ സഹോദരനാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്ന് തന്നെയാണ്. 2008 ഏപ്രിൽ 1-നാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. പിന്നീട് പാർട്ടി ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നും സഹോദരൻ ജനം TVയോട് വ്യക്തമാക്കുന്നുണ്ട്. ആ ഫണ്ട് 10 ലക്ഷം രൂപയാണ് പിരിച്ചെടുത്തത്. അതിൽ 5 ലക്ഷം രൂപ കുടുംബത്തിന് നൽകുകയും 5 ലക്ഷം രൂപ ബാങ്കിൽ ഇടുകയുമായിരുന്നു. പിന്നീടാണ് ഇവർ അറിഞ്ഞത് ഈ തുക പിന്നീട് ഇവർ വിഡ്രോ ചെയ്തു. എന്തിനാണ് എന്നതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വിവരവും ഉണ്ടായിരുന്നില്ല. തുടർന്ന് സംസ്ഥാന സെക്രട്ടറിക്ക് ഉൾപ്പെടെ ഇവർ ഇത് സംബന്ധിച്ച് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആരോപണം ഉന്നയിച്ച ഈ T. രവീന്ദ്രൻ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തുന്ന നടപടിയിലേക്കൊക്കെ പാർട്ടി കടന്നിരുന്നു എന്ന് തന്നെയാണ് വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് പറയുന്നത്. പിന്നീട് CITUവിന്റെ ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് ഇയാളെ ഉയർത്തുന്ന ഒരു നടപടിയിലേക്ക് പോവുകയായിരുന്നു. അത് മന്ത്രി V. ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തതെന്നും ശിവൻകുട്ടി അറിഞ്ഞുകൊണ്ടാണ് ഈ CITU ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് ഇയാൾ വന്നത് എന്ന് തന്നെയാണ് വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷം വിശ്വസിച്ച ആ പ്രസ്ഥാനത്തിൽ നിന്നും ആ കുടുംബം മുഴുവൻ മാറി നിൽക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെ പ്രതികരിക്കണമെന്ന് തോന്നിയില്ല. പക്ഷേ കണ്ണൂരിലും സമാനമായ രീതിയിലുള്ള ഫണ്ട് തട്ടിപ്പ് നടന്നു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് എത്തുന്നത് എന്ന് തന്നെയാണ് ഈ സഹോദരൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മന്ത്രി V. ശിവൻകുട്ടി 8:30 മാധ്യമങ്ങളെ കാണുമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് ആ സമയം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോവുകയുണ്ടായിരുന്നു. എന്തായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട V. ശിവൻകുട്ടിയുടെ ഒരു വിശദീകരണം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കണ്ണൂരിന് സമാനമായും തിരുവനന്തപുരത്തും ഇതേ രീതിയിൽ ഫണ്ട് തട്ടിപ്പ് ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും വർഷം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ CPM-നെ വിശ്വസിച്ച നിന്ന ആളുകൾ അല്ലെങ്കിൽ ആ കുടുംബം ഇപ്പോൾ ഈ പാർട്ടി വിടുകയാണ് എന്നൊരു പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതൊരു വെറും തട്ടിപ്പെന്ന് പറയാൻ കഴിയില്ല. കാരണം രക്തസാക്ഷി ഫണ്ടിൽ നിന്നാണ്
ഇങ്ങനൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 10 ലക്ഷം രൂപ പിരിച്ചെടുത്തതിൽ 5 ലക്ഷം രൂപയും വെട്ടിച്ച ഒരു നേതാവ്, ആ പാർട്ടി നേതാവിന് വീണ്ടും പാർട്ടി പദവി നൽകുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ രക്തസാക്ഷിയുടെ സഹോദരൻ പാർട്ടി വിടാൻ ഒരുങ്ങുന്നത്. പക്ഷേ അപ്പോഴും ഈ ഒരു നേതാവിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് CPM സ്വീകരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ വിഷ്ണുവിൻ്റെ സഹോദരൻ എന്ന് പറയുന്നത് നിലവിൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് ബ്രാഞ്ച് അംഗമാണ് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ വസ്തുത. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനമായ രീതിയിൽ കണ്ണൂരുമുള്ള ഫണ്ട് തട്ടിപ്പിനെതിരെ എന്ത് നടപടിയാണ് എടുത്തത് എന്ന് നമ്മൾ കണ്ടിരുന്നു. ആരോപിച്ച ആളെ മാറ്റി നിർത്തുകയും ആരോപണ വിധേയനെ സംരക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് പാർട്ടി മാറുന്നു എന്ന് തന്നെയാണ്. അതേ രീതിയിൽ തന്നെയാണ് സമാനമായും തിരുവനന്തപുരത്ത് സംഭവം ഉണ്ടായിരിക്കുന്നത്. 5 ലക്ഷം രൂപ കുടുംബത്തിന് നൽകി. അത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കണമെന്ന് ആവശ്യപ്പെട്ടത് പാർട്ടി തന്നെയായിരുന്നു. പിന്നീട് പാർട്ടി വിഷ്ണുവിൻ്റെ പേരിൽ ധനസമാഹരണം നടത്തുന്നു. 10 ലക്ഷം രൂപയാണ് ഇങ്ങനെ സമാഹരിക്കുന്നത്. അതിൽ 5 ലക്ഷം രൂപ അമ്മയുടെ പേരിൽ കുടുംബത്തിനായി നൽകി എന്നത് തന്നെയാണ് വസ്തുത. പിന്നീട് ഈ 5 ലക്ഷം രൂപ വകമാറ്റുന്നു, ഇത് കണ്ടുപിടിക്കുന്നു, പിന്നീട് പരാതി നൽകുന്നു, പാർട്ടിയിൽ നിന്നും ഇയാളെ തരം താഴ്ത്തുന്നു. പക്ഷേ ആ തരം താഴ്ത്തിയ വ്യക്തിയാണ് CITUവിൻ്റെ സെക്രട്ടറിയായി പിന്നീട് മറ്റു പദവികളിൽ സ്ഥാനക്കയറ്റം നൽകുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇത്രയും നാൾ പാർട്ടിയെ വിശ്വസിച്ച് കൂടെ നിന്ന അണികളെ വഞ്ചിക്കുകയാണ് എന്ന് തന്നെയാണ് വിഷ്ണുവിൻ്റെ സഹോദരൻ വിനോദ് ഇപ്പോൾ ജനം TV-യോട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയെ വിശ്വസിക്കുന്ന കോടാനുകോടി ആളുകൾക്കിടയിൽ വലിയ രീതിയിൽ അവരുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ളൊരു പ്രവൃത്തിയിലേക്ക് തന്നെയാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കണ്ണൂരും സമാനമായ സംഭവം ഉണ്ടാകുന്നു, തിരുവനന്തപുരത്തും സമാനമായ സംഭവം ഉണ്ടാകുന്നു. ഈ 5 ലക്ഷം രൂപ വകമാറ്റി എന്ന് കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് CITUവിൻ്റെ ഉന്നത പദവികളിലേക്ക് ശിവൻകുട്ടി, മന്ത്രി വി ശിവൻകുട്ടി മുഖേന എത്തിക്കുന്നത് എന്നൊരു ആരോപണവുമായാണ് ഈ വിഷ്ണുവിൻ്റെ സഹോദരനായ വിനോദ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് നിരവധി തവണ സംസ്ഥാന സെക്രട്ടറിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയിലേക്കും കടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച ഈ കുടുംബം അവർ വിശ്വസിച്ചിരുന്ന പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെ ഒക്കെ അകറ്റി നിർത്തി അവിടെ നിന്ന് പാർട്ടി വിടാനുള്ള ഒരു ശ്രമത്തിലേക്ക് കടക്കുന്നു. ആ ഒരു തുറന്നു പറച്ചിൽ അത് ഇപ്പോഴെങ്കിലും ജനങ്ങളുടെ മുന്നിൽ, അതായത് കണ്ണൂരിലെ ആ തുറന്നു പറച്ചിൽ തനിക്ക് കുറച്ചുകൂടി ധൈര്യം തന്നു എന്ന് തന്നെയാണ് ഈ വിഷ്ണുവിൻ്റെ സഹോദരൻ വിനോദ് പറയുന്നത്. അത്തരത്തിലൊരു തുറന്നു പറച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണമാണ്. അത് അല്പസമയത്തിനകം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമൽ, യെസ്, അത് തന്നെയാണ്. തലസ്ഥാനത്തും CPM-ൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്. വഞ്ചിയൂരിൽ രക്തസാക്ഷി വിഷ്ണുവിന്റെ പേരുള്ള ഫണ്ടിലാണ് തട്ടിപ്പ്. പിരിച്ചെടുത്ത 10 ലക്ഷത്തിൽ 5 ലക്ഷം രൂപ വകമാറ്റിയ നേതാവിന് വീണ്ടും പാർട്ടി പദവി നൽകിയതോടെയാണ് ഫണ്ട് തട്ടിപ്പ് വീണ്ടും വിവാദമാകുന്നത്. ഫണ്ട് വെട്ടിച്ചതിന് നടപടി നേരിട്ട മുൻ ലോക്കൽ സെക്രട്ടറിക്കാണ് CITU ജില്ലാ സെക്രട്ടറി പദവി നൽകിയത്. തിരിച്ചെടുക്കാൻ ഇടപെട്ടത് മന്ത്രി ശിവൻകുട്ടി എന്നാണ് ആരോപണം ഉയർന്നത്. രക്തസാക്ഷിയോടുള്ള അനീതിയെന്ന് വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് ജനം TV-യോട് പറഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ച് പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ് വിനോദ്. വിവരം നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.